നമസ്കാരം. ജെസ്സി ടോക്സിലേക്ക് സ്വാഗതം. വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒടുവിൽ കേരളത്തിലെ കോൺഗ്രസുകാർ, പ്രത്യേകിച്ചും വയനാട്ടിലെ കോൺഗ്രസുകാർ കാത്തിരുന്ന ആ ഒരു തീരുമാനം എത്തിയിരിക്കുന്നു. വയനാട്ടിൽ UDF സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മത്സരിക്കും. വളരെ ആവേശത്തോടു കൂടി തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും അണികളും ഈ ഒരു തീരുമാനത്തെ സ്വാഗതം ചെയ്തത്. AK ആന്റണിയാണ് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള പ്രഖ്യാപനം നടത്തിയത്. സംശയമേതുമില്ല, കേരള രാഷ്ട്രീയം ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു പാർട്ടി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്ന ഒരു സ്ഥാനാർത്ഥി കേരളത്തിൽ നിന്നും ഉണ്ടാകുന്നത് ഇതാദ്യമാണ്. ആദ്യം കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിലേക്ക് വരാം. 20 സീറ്റും തങ്ങൾക്ക് കിട്ടും എന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ ഇവിടെ മത്സരിക്കാനായി എത്തും എന്നുള്ള വാർത്തകളോട് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചത്. ആ ആത്മവിശ്വാസത്തിന്റെ കാരണം മറ്റൊന്നുമല്ല, രാഹുൽ കേരളത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ചലനം ഈ 20 മണ്ഡലങ്ങളിലും ഉണ്ടാകുമെന്ന് ഉറപ്പ്. അതുതന്നെയാണ് കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നതും. രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയാകും എന്നുള്ള പ്രഖ്യാപനം വന്നതിനു ശേഷമുള്ള പ്രതികരണങ്ങൾ കൂടി പരിശോധിച്ചാൽ CPM-ഉം BJP-യും ഒരൽപ്പം അങ്കലാപ്പിലായെന്നുകൂടി നമുക്ക് കരുതേണ്ടി വരും. അവരുടെ പ്രതികരണം അത് വ്യക്തമാക്കുന്നുമുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. രണ്ടാമതായി, അമേഠിയേക്കാൾ സുരക്ഷിതമായ മണ്ഡലം വയനാടാണ് എന്നുള്ളത് തന്നെ. 3 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ലോക്സഭാ മണ്ഡലം കൂടിയാണ് വയനാട്. അതുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാനായി എത്തുമ്പോൾ രാഹുൽ തരംഗം ഈ 3 സംസ്ഥാനങ്ങളിലും മാത്രമല്ല ദക്ഷിണേന്ത്യയിൽ തന്നെ ഒട്ടാകെ ഉണ്ടാകുമെന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് 20 സീറ്റിലും രാഹുൽ തരംഗമുണ്ടാക്കാൻ തങ്ങൾക്ക് കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസം പ്രതിപക്ഷ നേതാവ് പങ്കുവയ്ക്കുന്നത്. കേരളത്തിലെ 3 മുന്നണികൾക്കും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേത്. ശബരിമല വിഷയം മുൻനിർത്തി തങ്ങൾക്ക് ഇത്തവണ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നാണ് BJP വിശ്വസിക്കുന്നത്. അതിനുള്ള മുന്നൊരുക്കങ്ങൾ അവർ ഇതിനകം തന്നെ നടത്തി കഴിഞ്ഞിട്ടുമുണ്ട്. അതിനിടയിലാണ് രാഹുലിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നത്. ഭരണത്തിന്റെ വിലയിരുത്തലാകും ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ള വാക്കുതർക്കങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയത്താണ് രാഹുൽ വയനാട്ടിൽ മത്സരിക്കാനായി എത്തുന്നത്. CPM-നെയും ഇത് കുറച്ച് അങ്കലാപ്പിലാക്കി എന്നുള്ളതാണ് സത്യം. ഇടതുപക്ഷം വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിനെ ഒരിക്കലും സ്വാഗതം ചെയ്യുന്നില്ല. നമുക്കറിയാം, രാഹുൽ സ്ഥാനാർത്ഥിയായി വരുമെന്നുള്ള വാർത്തകൾ വന്നതിനോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചത് എന്ത് സന്ദേശമാണ് രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം നൽകുക എന്നുള്ളതാണ്. രാഹുൽ സ്ഥാനാർത്ഥിയാകും എന്ന് ഉറപ്പിച്ചതിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം എടുത്തു നോക്കിയാലും 20 സീറ്റിലും UDF-ഉം LDF-ഉം മത്സരിക്കുന്നുണ്ട്. അപ്പോൾ 20 സീറ്റിലും വിജയിക്കണം എന്നുള്ളത് മാത്രമാണ് തങ്ങൾക്ക് മുന്നിലുള്ള ലക്ഷ്യമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. അതായത് ഈ 20 സീറ്റിൽ രാഹുൽ മത്സരിക്കുന്ന സീറ്റിനെയും തങ്ങൾ ഒരുപോലെയാണ് കാണുന്നത് എന്നുള്ളത് പിണറായി വിജയൻ വ്യക്തമാക്കി കഴിഞ്ഞു എന്ന് ചുരുക്കം. അതായത് 20-ൽ ഒരാൾ മാത്രമാണ് രാഹുൽ ഗാന്ധി എന്നുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന രാഹുൽ ഗാന്ധി ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കാൻ എടുത്ത തീരുമാനത്തിലെ ഒരു രാഷ്ട്രീയ ശരികേട് കൂടി പിണറായി വിജയന്റെ ആ വാക്കുകൾക്ക് പിന്നിലുണ്ട് എന്നുകൂടി നമുക്ക് വ്യക്തമായിട്ട് പറയേണ്ടി വരും. അതിനുള്ള മറുപടി എന്തായാലും കോൺഗ്രസ് നൽകി കഴിഞ്ഞു. BJP-ക്കെതിരെ തന്നെയാണ് പോരാട്ടം എന്നുള്ളത് നൽകി കഴിഞ്ഞു. പക്ഷെ അത് എത്രത്തോളം വില പോകും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മറ്റൊരു കാര്യം, ഒരു ദേശീയ ബദലിന്, കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ദേശീയ ബദലിന് CPM ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരു ഒരുക്കം CPM നടത്തുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനൊക്കെ കാരണമാകുന്നത് കേരളം എന്ന സംസ്ഥാനത്തെ വയനാട്ടിലെ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വമാണ് എന്നുള്ളതാണ് കേരളത്തെയും വയനാടിനെയും ദേശീയ തലത്തിലുള്ള ചർച്ചകളിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതും നമുക്ക് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി എടുത്തു പറയേണ്ടതാണ്. ഇനി BJP-യിലേക്ക് വരാം. ഇടതുപക്ഷം രാഹുൽ ഗാന്ധിക്കെതിരെ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥിയെ പിൻവലിക്കണം എന്നാണ് ഇതിനകം തന്നെ BJP ആവശ്യപ്പെട്ടിട്ടുള്ളത്. അവർ അതിന് കാരണമായിട്ട് പറയുന്നത് നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിക്കെതിരെ നിങ്ങൾ എങ്ങനെയാണ് സ്ഥാനാർത്ഥിയെ നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു മറുപടി ഇടതുപക്ഷം നൽകാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കും ഒരു കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ ബദലിനുള്ള നീക്കം അവർ നടത്തുന്നതും അത് തുടങ്ങിയിട്ടുള്ളതും.
ഇടതുപക്ഷവും ബി.ജെ.പിയും വിമർശന ശരങ്ങൾ ഉന്നയിക്കുമ്പോഴും മോഡിയുടെ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെയാണ് തങ്ങളുടെ പോരാട്ടം എന്നുള്ള നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്നത്. രാഹുൽ തരംഗമാണ് തങ്ങൾ ലക്ഷ്യമിടുന്നത് എന്ന് കോൺഗ്രസ് വ്യക്തമാക്കി കഴിഞ്ഞു. അത് അങ്ങനെ തന്നെ ആകും എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തൽ. സ്വാഭാവികമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ രാഹുൽ വരുമ്പോൾ ഒരു രാഹുൽ തരംഗം ദക്ഷിണേന്ത്യയിൽ ഉണ്ടാകുമെന്ന് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നു. അതിന്റെ പ്രതിഫലനം തന്നെയാണ് ഈ ചർച്ചകളൊക്കെ എന്നുള്ളതിൽ സംശയമേതുമില്ല. നേരത്തെ പറഞ്ഞതുപോലെ 3 സംസ്ഥാനങ്ങളിൽ അതിൻ്റെ തരംഗം ഉണ്ടാകും. രാഹുൽ ദക്ഷിണേന്ത്യയിൽ കൂടി ജനവിധി തേടുമ്പോൾ ദക്ഷിണേന്ത്യയിലേക്ക് പ്രചരണത്തിനായി, വയനാട്ടിലേക്ക് പ്രചരണത്തിനായി രാഹുൽ ഗാന്ധി എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും ഓരോ പ്രസംഗവും വലിയ വാർത്തയാകും. അത് ജനങ്ങളിലേക്ക് കൂടുതലായി എത്തും. അപ്പോൾ കോൺഗ്രസിന് അത് നേട്ടമാകും എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിൻ്റെ വിലയിരുത്തൽ. സർജിക്കൽ സ്ട്രൈക്ക് എന്നാണ് ടി സിദ്ദിഖ്, അതായത് വയനാട്ടിലെ അനൌദ്യോഗികമായിട്ട് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്ന സ്ഥാനാർത്ഥിയായി ടി സിദ്ദിഖ് പറഞ്ഞത് രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച്. അതെന്തോ ആയിക്കോട്ടെ, പക്ഷേ വടകരയിൽ കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് ഒരു മുഴം മുൻപേ എറിഞ്ഞ ചരട് അത് വയനാട് ചുരവും കടന്ന് ദേശീയ തലത്തിലേക്ക് കൂടി എത്തിയിരിക്കുന്നു എന്നുകൂടി രാഹുലിന്റെ ഈ സ്ഥാനാർത്ഥിത്വം കൂടി വരുമ്പോൾ കോൺഗ്രസിന്റെ ആ ചരട് ദേശീയ ശ്രദ്ധയിലേക്ക് കൂടി, ദേശീയ തലത്തിൽ കൂടി എത്തിയിരിക്കുന്നു എന്നുകൂടി നമുക്ക് വിലയിരുത്താം. ആദ്യപടി അവർ വിജയിച്ചു കഴിഞ്ഞു എന്നുകൂടി നമുക്ക് കണക്കാക്കേണ്ടി വരും. കാരണം നേരത്തെ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ദക്ഷിണേന്ത്യയിൽ വലിയ തരംഗം ഉണ്ടാക്കും എന്ന് തന്നെയാണ് കോൺഗ്രസ് വിശ്വസിക്കുന്നത്. അതിൻ്റെ ആദ്യ പടിയായി തന്നെയാണ് ഈ ചർച്ചകൾ നമുക്ക് കാണാവുന്നത്. പക്ഷേ അതിന് ഇടതുപക്ഷത്തിൻ്റെ ഒരു പിന്തുണ കൂടി അവർക്ക് അത്യന്താപേക്ഷിതമാണ്. ഇടതുപക്ഷം എടുക്കുന്ന നിലപാട് കൂടി ദേശീയ രാഷ്ട്രീയത്തിലൊക്കെ പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 44 സീറ്റിലേക്ക് ചുരുങ്ങിയപ്പോൾ കേരളം നൽകിയത് 8 എം.പിമാരെയാണ്. അപ്പോൾ ആ ഒരു സ്നേഹം ഹൈക്കമാൻഡ് ഇത്തവണ കേരളത്തോട് കാണിച്ചു എന്ന് വിലയിരുത്തുന്നവരും കുറവല്ല. എന്തായാലും CPM മറ്റൊരു ദേശീയ ബദലിന് ശ്രമിക്കുമ്പോൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് വിജയം അനിവാര്യമാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും വലിയ വിജയം, മാക്സിമം സീറ്റുകളിലെ തങ്ങളുടെ വിജയം കോൺഗ്രസ് ആഗ്രഹിക്കുന്നുണ്ട്. അതവർക്ക് വേണം താനും. കാരണം എടുത്ത തീരുമാനങ്ങളൊന്നും തെറ്റായിരുന്നില്ല എന്ന് തെളിയിക്കാൻ കൂടി കോൺഗ്രസിന് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടം നിർണായകമാവുകയാണ്. 20-ൽ അവർ എത്ര നേടും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. രാഹുൽ ഗാന്ധി 20-ൽ ഒരാളായി ഇടതുപക്ഷത്തിന് മാറുമോ എന്നുള്ളതും നാം ഇനി കാത്തിരുന്നു തന്നെ കാണേണ്ടതാണ്. കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ജസിത സാഞ്ചിത് സൈനിങ് ഓഫ് ഫ്രം ജസി ടോക്സ്.